പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളുമായാണ് എറണാകുളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ബി.ജെ.പി 2020 സഖ്യം നേടുന്ന വോട്ടുകൾ ഇത്തവണ മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കും. വോട്ടുറപ്പിക്കാൻ ഇന്ന് നിശബ്ദ പ്രചാരണം. കോൺഗ്രസിന്റെ റബ്ബർ രാഷ്ട്രീയം, തരാതരമുള്ള കൂറുമാറ്റങ്ങളും അതുണ്ടാക്കുന്ന തുടർചലനങ്ങളും, പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങൾ നൽകുന്ന ആധിപത്യത്തിൽ നേടുന്ന കോൺഗ്രസ് സീറ്റുകൾ കണ്ടുശീലിച്ച ഈ മധ്യ കേരള രാഷ്ട്രീയ കാഴ്ചകൾക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം സമാപനം കുറിച്ചത്. പകരം ചർച്ചയായതും അന്തിമ വിജയത്തിന് നിർണായകമാകാനിരിക്കുന്നതും കൊച്ചിയിൽ ഇത്തവണ എൻ.ഡി.എ നേടുന്ന വോട്ടുകളായിരിക്കും. 2020 എൻ.ഡി.എയുടെ ഭാഗമായതോടെ ഉരുത്തിരിഞ്ഞ പുതിയ രാഷ്ട്രീയ സമവാക്യം ഇടതു വലതു മുന്നണികളുടെ ആത്മവിശ്വാസ കോട്ടയ്ക്ക് വിള്ളൽ വീഴ്ത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ പരസ്യപ്രചാരണ കാലം കണ്ടത്. 3-4 സ്ഥാനങ്ങളിൽ പ്രബലരായി നിന്നിരുന്ന ബി.ജെ.പിയും 2020യും ഒന്നായി മത്സരിച്ചപ്പോൾ വീഴുന്നതാരെന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. 2021 വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും വലിയ അട്ടിമറിക്ക് സാധ്യത കുന്നത്തുനാട്ടിലാണ്. ബി.ജെ.പിക്കും 2020ക്കും ലഭിച്ച ആകെ വോട്ടുകൾ കൂട്ടിയാൽ 50,000-നടുക്കും. കഴിഞ്ഞ തവണ വിജയിച്ച എൽ.ഡി.എഫ് അവിടെ നേടിയത് 52,351 വോട്ടുകളാണ്. എറണാകുളത്ത് ഇരുവരും ചേർന്നാൽ 26,677 വോട്ടുകൾ, കോതമംഗലത്ത് 12,616, തൃക്കാക്കരയിൽ 29,350, പെരുമ്പാവൂരിൽ 35,671, മൂവാറ്റുപുഴയിൽ 21,062. നിർണായകമാകുക ഈ വോട്ടുകളാണ്. ഈ മണ്ഡലങ്ങളിൽ ബി.ജെ.പി 2020 വോട്ടുകൾ ഏകീകരിക്കുന്നത് തടയുക എന്നത് തന്നെയായിരുന്നു ഇടതു വലതു മുന്നണികളുടെ പ്രധാന വെല്ലുവിളി. നഗരസഭാ വിജയം നേടിയ തൃപ്പൂണിത്തുറയിൽ ഇത്തവണ എൻ.ഡി.എയുടെ മുന്നേറ്റവും ശ്രദ്ധാകേന്ദ്രമാണ്. പറവൂരിൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ നഗരസഭാ മുൻ ചെയർപേഴ്സണും കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന വത്സല പ്രസന്നകുമാർ കോൺഗ്രസ് വോട്ട് ചിതറിക്കുമോ? പെരുമ്പാവൂരിൽ സീറ്റ് നിഷേധിച്ച സിറ്റിംഗ് എം.എൽ.എ എൽദോസ് കുന്നപ്പള്ളി പാലം വലിക്കുമോ എന്നതും ഇത്തവണ എറണാകുളത്തു നിന്ന് കാത്തിരിക്കുന്ന വിശേഷങ്ങളാണ്. ജനം, കൊച്ചി.